എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. കറിവേപ്പില അച്ചാർ. ഒരു വെറൈറ്റിയും വളരെ ഹെൽത്തിയുമായ ഒരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. അതിനായി ആദ്യം നമ്മൾ കുറച്ചധികം കറിവേപ്പില എടുക്കാം. എന്നിട്ട് അത് കഴുകി വൃത്തിയാക്കിയെടുക്കാം. അതിനുശേഷം നമുക്കതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മളിപ്പം അത് അരച്ചെടുത്തു. ഇനി നമുക്ക് ആവശ്യം പുളിയാണ്. പുളിയെടുത്ത് അതൊന്ന് വെള്ളമൊഴിച്ച് കുതിരാൻ വെച്ചു. അത് കുതിർന്നതിന് ശേഷം നമുക്കത് പിഴിഞ്ഞെടുക്കാം. ഇനി വേണ്ടത് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ 1 ടേബിൾ സ്പൂൺ ശർക്കര, പിന്നെ നമ്മൾ അരച്ചു വെച്ച കറിവേപ്പിലയും പുളി പിഴിഞ്ഞതും. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കാം. അതിലേക്ക് കടുകിടാം. കടുക് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ ഉലുവ കൂടെ ചേർക്കാം. ഉലുവയും പൊട്ടിത്തുടങ്ങുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ചേർക്കാം. കറിവേപ്പില കൂടെ ചേർക്കാം. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിൻ്റെ പച്ചമണമൊന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇതിലേക്ക് ചേർക്കാം. ഇതിൻ്റെ പച്ചമണം നന്നായി മാറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അതിൻ്റെ പച്ചമണമെല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒഴിക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ ശർക്കര നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നന്നായി യോജിപ്പിക്കാം. കായം വറുത്ത് പൊടിച്ചതാണ്, അത് നമ്മൾ ചേർത്തു. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ കറിവേപ്പില അച്ചാർ റെഡിയായി. നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ് കറിവേപ്പില. ഇത് ചൂട് പോവാൻ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂട് പോയതിന് ശേഷം നമുക്കൊരു കണ്ടെയ്നറിലിട്ട് അടച്ച് വയ്ക്കാം. കറിവേപ്പിലയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇത് നമ്മൾ മസ്റ്റായിട്ടും തയ്യാറാക്കി നോക്കണം. നല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. ഇനി നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.